സാർദ്ധം വസിപ്പതിനായൊരു മോദകരസ്ഥലം കാട്ടിത്തരുവൻ ഞാൻ. പോന്നാലുമെന്നെഴുന്നള്ളിനാനന്ദികേ ചേർന്നുള്ള ശിഷ്യ പരിവൃതനാം മുനി ചിത്രകൂടാജലഗംഗയോരന്തരാ ചിത്രമായോരുടജം തീർത്തുമാമുനി. തെക്കു വടക്കും കിഴക്കു പടിഞ്ഞാറും അക്ഷി വിമോഹനമായി രണ്ടു ശാലയും നിർമ്മിച്ചിവിടെ ഇരിക്കുന്നരുൾ ചെയ്തു മന്മഥ തുല്യൻ ജനകജ തന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാമരുവീടിനാൻ രാമനും. വാൽമീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യാംഗിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരമാനന്ദമുൾക്കൊണ്ടുമേവിനാൻ ദേവമുനിവര സേവിതനായൊരു ദേവരാജൻ ദിവി വാഴുന്നതുപോലെ. ഭക്ത്യാ രഘുത്തമസന്നിധൗ സാദരം ഗത്വാ മുഹുർനമസ്കൃത്വാ സസോദരം. പാദുകാം ദേഹി രാജേന്ദ്ര രാജ്യായതേ പാദബുദ്ധ്യാ മമ സേവിച്ചു കൊള്ളുവാൻ. യാവത്തവാഗമനം ദേവദേവമേ താവദേവാ നാരദം ഭജിച്ചിടുവൻ. ഇത്തം ഭരതോക്തി കേട്ടു രഘുത്തമൻ പൊൽത്താരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ. നത്വാ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും. ഉത്തമരത്ന വിഭൂഷിത പാദുകമുത്തമാംഗേ ചേർത്തു രാമനരേന്ദ്രനെ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ നമസ്കരിച്ചുദ്ധായ വന്ദിച്ചു പോനാൻ സകൽഗതം. മന്വബ്ധപൂർണേ പ്രഥമദിനേ ഭവാൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ അന്യദിവസമുഷസി ജ്വലിപ്പിച്ച വന്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചൻപോടു ചൊല്ലിനാൻ. അങ്ങനെ തന്നെ ഒരന്തരമില്ലതിനങ്ങു ഞാനങ്ങു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ഓം ശാന്തി. രാമായണത്തിലെ അത്യധികം സുന്ദരമായിരിക്കുന്ന അതേസമയം ഒരുപാട് രഹസ്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കുന്ന കാനനയാത്രയുടെ സന്ദർഭത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും നമ്മൾ കഴിഞ്ഞ പല എപ്പിസോഡുകളായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. കാനനവാസം എന്ന് പറയുന്നത് ദ്വാപരയുഗം തൊട്ടുള്ളതായിരിക്കുന്ന ജീവാത്മാവിൻ്റെ യാത്രയാണ്. ആത്മാരാമൻ കാലചക്രത്തിലൂടെ യാത്ര ചെയ്യുന്നൊരു യാത്രയുടെ പ്രതീക ആയിട്ടാണ് കാനനയാത്രയെ കാണിക്കുന്നത്. അതിൽ വളരെ രസകരമായിരിക്കുന്നൊരു സന്ദർഭമാണ് ചിത്രകൂടത്തിലെ രാമലക്ഷ്മണന്മാരുടെ വാസം. രാമലക്ഷ്മണന്മാരും സീതയും കൂടിക്കൊണ്ട് മനോഹരമായിരിക്കുന്നൊരു ആശ്രമം കെട്ടിക്കൊണ്ട് അവിടെ ഇന്ദ്രൻ ദേവലോകത്തിൽ വാഴും പോലെ ശ്രീരാമനും ശ്രീസീതയും ലക്ഷ്മണനും കൂടി വസിച്ചു എന്നാണ് പറയുന്നത്.
അത്രയും മനോഹരമായിക്കൊണ്ട് അത്രയും ശ്രേഷ്ഠമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. രാമായണത്തിൽ ആ സ്ഥലത്തിൻ്റെ വർണ്ണനയും അങ്ങനെയാണ്. നിറയെ മനോഹരമായിരിക്കുന്ന പക്ഷികളുടെ കളകൂജനങ്ങളും അതുപോലെ ഭംഗിയുള്ളതായിരിക്കുന്ന സുന്ദരമായിരിക്കുന്ന പക്ഷിമൃഗാദികളും സസ്യലതാദികളും പുഷ്പങ്ങളും കൊണ്ട് മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലം. ശരിക്കും രാമായണത്തിൻ്റെ വർണ്ണനയിൽ ആ ചിത്രകൂടം കേൾക്കുമ്പോൾ ഒന്ന് കാണാൻ കൊതി തോന്നുന്ന രീതിയിലാണ് വാത്മീകി മഹർഷി ആ സ്ഥലത്തിനെ വർണ്ണിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളതായിരിക്കുന്ന സ്ഥലത്ത് താമസിക്കുന്നു എന്നാണ് വർണ്ണിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതും നമ്മുടെ അടുത്ത് വലിയൊരു ആധ്യാത്മിക രഹസ്യം തന്നെയാണ് പറയുന്നത്. ചിത്രകൂടം എന്നുള്ള വാക്ക്, ചിത്രകൂടം എന്ന് വെച്ചാൽ അർത്ഥം ചിത്രം എന്നതിന് ശരീരം എന്നതുകൂടി പറയുന്നുണ്ട്. അപ്പോൾ ചിത്രകൂടം എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഈ ശരീരത്തിനുള്ളിലിരിക്കുന്ന ആത്മാവ് വസിക്കുന്നത്. കാലത്തിലായിട്ട് പോലും എന്ന് വെച്ചാൽ അർത്ഥം ഈ കാലചക്രത്തിൽ ദ്വാപരയുഗത്തിൻ്റെ ആരംഭ സമയത്തും ശ്രേഷ്ഠമായ ഭക്തി ആരംഭിച്ചൊരു കാലഘട്ടമായിരുന്നു ദ്വാപരയുഗത്തിൻ്റെ ആരംഭ സമയം. നിരാകാരി പരമാത്മാവിൻ്റെ സാധനയിലൂടെ ഈ കാനനത്തിൽ വസിക്കുമ്പോഴും ആരുടെ കൂടെ ഭഗവാൻ വസിക്കുന്നുണ്ടോ, ആർക്ക് കൂട്ടായിക്കൊണ്ട് ഈശ്വരനും ത്യാഗഭാവവും ഒപ്പം തൻ്റെ കർമ്മങ്ങളിലെ പരിശുദ്ധിയുണ്ടോ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ ഏത് സ്ഥലത്ത് വസിച്ചാലും, അത് കൊട്ടാരത്തിലാണെങ്കിലും കാട്ടിലാണെങ്കിലും കുടിലാണെങ്കിലും അല്ലെങ്കിൽ മനോഹരമായിരിക്കുന്ന മറ്റേതെങ്കിലും സ്ഥലത്താണെങ്കിലും സ്ഥലം അവരുടെ മനസ്സിനെ ബാധിക്കുന്നതല്ല. അഥവാ അവരുടെ വാസം കൊണ്ട് ആ സ്ഥലം സ്വർഗതുല്യമായി തീരുകയും ചെയ്യും. രണ്ടും നമുക്ക് ഈ ലോകത്തിൽ കാണാറുണ്ട് അല്ലേ? ചില ആളുകൾ എല്ലാവരെയും സഹായിക്കാൻ, എല്ലാവരും കൂടെ ഒത്തുചേർന്ന് പ്രവർത്തിക്കാൻ കുറച്ചെങ്കിലും ഗുണമുള്ള ആളുകൾ, ദ്വാപരയുഗത്തിലെ ആത്മാക്കളെപ്പോലെ, തപസ്സന്മാരെപ്പോലെ, അല്ലെങ്കിൽ ശ്രീരാമനെപ്പോലെ, സീതയെപ്പോലെ, ലക്ഷ്മണനെപ്പോലെ ഗുണങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഈ കാലഘട്ടത്തിലും കുറച്ചൊക്കെ ഗുണങ്ങളുള്ള മനുഷ്യന്മാരെ നമ്മൾ കാണാറുണ്ട്. എല്ലാവരുമായിട്ട് ആരുടെയും കുറ്റം കാണാതെ അവരെ സഹായിക്കാൻ, എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് നികത്താൻ നമ്മളുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടത്തിലാണ് വസിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ കൂടെ താമസിക്കുമ്പോൾ ആ സ്ഥല സൗകര്യങ്ങളില്ലെങ്കിലും ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കും. നമ്മുടെ ഭാഷ അങ്ങനെയല്ല നമ്മൾ പറയുക, ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കും. എവിടെയാണെങ്കിലും അതിനേക്കാളധികം ഇവരുടെ കൂട്ട്. ഇതുകൊണ്ടാണ് രാമായണത്തിലും ഈ മൂവരുടെ കൂട്ടുകെട്ട് എല്ലായിടത്തും. യാത്ര മുഴുവൻ ഇനി എങ്ങനെയാണ് പോകുന്നത്? ഈ മൂന്നാളുടെ കൂട്ടുകെട്ടാണ്. അതായത് ശ്രീരാമനും സീതയും ലക്ഷ്മണനും. ശ്രീരാമൻ്റെ കൂടെ മാറാതെ എപ്പോഴുള്ള ആളാണ് ലക്ഷ്മണൻ. നമ്മൾ പേരിൻ്റെ അർത്ഥം പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ലക്ഷ്മണൻ എന്ന് വെച്ചാൽ ത്യാഗഭാവമാണ്. അതായത് തൻ്റെ ഹൃദയത്തിൽ ഈശ്വരനെ വസിപ്പിക്കാൻ ഒരു ജീവാത്മാവിന് ഒന്നാമത് വേണ്ട ഗുണമാണ് ത്യാഗഭാവം. അതായത് എനിക്കത് വേണം, എനിക്കിത് വേണം, അത് കിട്ടിയേ പറ്റൂ, ഇത് കിട്ടിയേ പറ്റൂ. മനുഷ്യന്മാരുടെ മനസ്സ് എന്തുകൊണ്ടാണ് അശാന്താവുന്നത്? എനിക്കത് കിട്ടിയാലേ ഞാൻ സുഖമാവുള്ളൂ, ഇത് കിട്ടിയാലേ എനിക്ക് സുഖമാവുള്ളൂ, ഇങ്ങനെ ഉണ്ടായാലും എനിക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ. എൻ്റെ കണ്ടീഷൻസ് എന്ന് പറഞ്ഞ് ആര് നിശ്ചയിക്കുന്നോ അവർക്കെന്നും ടെൻഷൻ അടിക്കാനും നേരം ഉണ്ടാവുള്ളൂ. കാരണം എന്ത് കാര്യം എനിക്ക് വേണം എന്ന് ഞാൻ നിശ്ചയിക്കുന്നു അത് നമ്മളെ വിട്ട് പോയിരിക്കും, അത് യാതൊരു സംശയവുമില്ല. അത് പ്രപഞ്ചത്തിൻ്റെ നിയമമാണ്. കാരണം എനിക്ക് വേണം വേണം വേണമെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ ഫീലിങ്ങിൽ ഇല്ല 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 എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ആ കാര്യം എൻ്റെ അടുത്തേക്ക് വരിക? അപ്പം അതുകൊണ്ട് എപ്പോഴാണോ ത്യാഗഭാവം, എനിക്ക് എന്തുണ്ടോ അതിൽ ഞാൻ ഹാപ്പിയാണെന്ന് പറയുന്നു, അവരുടെ ഹൃദയത്തിൽ ശുദ്ധിയായിരിക്കും. മറ്റൊരാളുടെ അവഗുണം ആര് കാണാതിരിക്കുന്നു അവരുടെ ഹൃദയം ശുദ്ധമായിരിക്കും. അതുകൊണ്ടാണ് സീത പവിത്രതയുടെ പര്യായമാണ് സീതാദേവിനെ കാണിക്കുന്നത്. അതുകൊണ്ട് ഹൃദയത്തിൽ ശുദ്ധി വേണമെങ്കിൽ മറ്റുള്ളവരുടെ ഗുണം കാണാൻ തുടങ്ങണം, ലോകത്തിൻ്റെ നന്മ കാണാൻ തുടങ്ങണം, നല്ലത് ചെയ്യാൻ തുടങ്ങണം, നല്ലത് വായിക്കാൻ തുടങ്ങണം, നല്ലത് പഠിക്കാൻ തുടങ്ങണം, നല്ലത് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യണം, അതിനുവേണ്ടി തന്നെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കണം, അതിനുവേണ്ടി മറ്റുള്ളവരുടെ സംഘത്തിനെ യൂസ് ചെയ്യണം. എനിക്കുള്ളതെന്തോ അതിന് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പവിത്രത അഥവാ സീതാദേവി കുടികൊള്ളുകയായി. എങ്കിൽ അവിടെ രാമനും ഉണ്ടായിരിക്കും, ലക്ഷ്മണനും ഉണ്ടായിരിക്കും, ത്യാഗം ഉണ്ടായിരിക്കും. അതുകൊണ്ട് പവിത്രത, ത്യാഗം, വിവേകം ഇത് മൂന്നൊന്നിച്ച് പോവും, രണ്ടാവുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെ മൂന്നുണ്ടെങ്കിൽ നിങ്ങൾ വസിക്കുന്ന സ്ഥലം, അത് നിങ്ങളുടെ വീട് കുടിലാവട്ടെ കൊട്ടാരമാവട്ടെ എന്തോ ആയിക്കോട്ടെ, ആ ലോകം ചിത്രകൂടം അത് സ്വർഗ സമാനമായിട്ട് അവിടെ വരുന്നവർക്ക് അവിടുത്തെ വൈബ്രേഷൻ സ്വർഗം പോലെ തോന്നും. അവിടെ വന്നാൽ അവിടെ കിടക്കാനായിട്ട് നിലത്ത് പായ വിരിച്ചു കൊടുത്താൽ മതി, അവിടെ കിടക്കാനായിട്ട് തയ്യാറാവും. ആ സുഖം ആ സന്തോഷം അവരുടെ മനസ്സിനും ആനന്ദം കൊടുക്കും. കാനനയാത്ര നമ്മൾ ആരംഭിച്ചത് അങ്ങനെയായിരുന്നു.
ചിത്രകൂടത്തിൽ സന്തോഷത്തോടുകൂടി ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് ഭക്തി ചെയ്തുകൊണ്ട് ശ്രേഷ്ഠമായ ഭക്തി ചെയ്തും ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ചെയ്തും ജീവിച്ചു. അതുകൊണ്ടാണ് ചിത്രകൂടം എന്നതായിരിക്കുന്ന പേര് അതിന് പറയുന്നത് തന്നെ. സിസ്റ്ററെ, രാമായണത്തിൽ രാമൻ വസിക്കുന്ന ചിത്രകൂടം, അവിടെ മനോഹരമായ ഒരു ആശ്രമം ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ടല്ലോ. ചിത്രകൂടം എന്ന പേരിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ചിത്രകൂടം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നമ്മൾ നേരത്തെ പരാമർശിച്ചതുപോലെ ശരീരം എന്നാണ് അർത്ഥം. ഗീതയിൽ പറയുന്നുണ്ടല്ലോ, ആത്മാവാണ് ശരീരത്തിൻ്റെ ശക്തി. അതിലെ ചൈതന്യം എന്ന് പറയുന്നത് ആത്മാവാണ്. ആത്മാവ് വസിക്കുന്നതായിരിക്കുന്ന കൊട്ടാരമാണ് ഈ ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ആത്മാവിനും ഒരു ചിത്രകൂടുണ്ട്. വാക്കിനർത്ഥം ശരീരം എന്ന്. ആധ്യാത്മിക അർത്ഥം നോക്കിയാൽ ആ വാക്കിൻ്റെ നേരിട്ട അർത്ഥം തന്നെ പറയുന്നത് ശരീരം എന്നാണ്. അപ്പം ശരീരത്തിലെ ആത്മാവ് ശുദ്ധിയോടെ വസിക്കുമ്പോൾ അവിടെ സന്തോഷം ഉണ്ടാവും. ശുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് ആത്മാക്കൾക്ക് ശരീരത്തിൽ സന്തോഷം ഇല്ലാണ്ടാവുന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പവിത്രത അഥവാ ചിന്തകളിൽ പരിശുദ്ധി വരുമ്പോൾ മനസ്സ് ശാന്തമാവും. മനസ്സ് ശാന്തമാവുമ്പോൾ തല തണുക്കും. ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ പെർഫെക്റ്റ് ബോഡി എപ്പോഴാവുന്നത്? തല തണുത്തിരിക്കുമ്പോൾ, വയറ് മൃദുവായിരിക്കുമ്പോൾ, കാല് ചൂടായിരിക്കുമ്പോൾ. ഇന്ന് തലകീഴായ മനുഷ്യന്മാരാണ്. കാരണം തല എപ്പോഴും ചൂടായിരിക്കും, കാല് തണുത്തിട്ടുണ്ടായിരിക്കും, വയറ് ഹാർഡായിരിക്കും. കാരണം അശുദ്ധി നിറയ്ക്കുന്നത് കൊണ്ടാണ്. നമ്മൾ പറയാറില്ലേ, ഒരു മരിച്ച വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആ മരിച്ചു കിടക്കുന്നതായിരിക്കുന്ന ബോഡി തൊട്ടോ തൊട്ടില്ലേന്ന് കൂടി നമ്മൾ പറയാറില്ല. അവിടെ പോയി കഴിഞ്ഞാൽ, മരിച്ച വീട്ടിൽ പോയി ആ കാര്യങ്ങളും വ്യവഹാരങ്ങളൊക്കെ പങ്കെടുത്താൽ എന്തായാലും നമ്മൾ പോയി ഒന്ന് കുളിക്കും. കുളിക്കാണ്ട് വീട്ടിൽ കയറാറില്ലല്ലോ. അതെന്താ കാരണം? മരിച്ചതായിട്ടുള്ള ശരീരം ശവമാണ്, അശുദ്ധിയാണ്. അപ്പോൾ അശുദ്ധി, മരിച്ചതൊക്കെ എന്ത് തന്നെയാണ്? അശുദ്ധിയാണ്. ചത്തതിനെയൊക്കെ നമ്മൾ എന്താ പറയുക? ശവം എന്നല്ലേ പറയുന്നത്. എന്തുകൊണ്ട് ഇന്നത്തെ മനുഷ്യന്മാരുടെ വയറ് ഹാർഡായി പോകണമെന്ന് അറിയുമോ നിങ്ങൾക്ക്? മനുഷ്യൻ കഴിക്കുന്നത് അശുദ്ധിയാണ്. ചത്തതൊക്കെ ശവമാണെങ്കിൽ മീൻ ചത്താലും ശവമാണ്, മാൻ ചത്താലും ശവമാണ്, കോഴി ചത്താലും ശവം തന്നെയാണ്, ശവമാണ്. അപ്പം ശവം കൊണ്ട് മറവ് ചെയ്യുന്ന സ്ഥലത്തിന് നമ്മൾ എന്താ വിളിക്കുക? ശ്മശാനം എന്നല്ലേ വിളിക്കുക. അപ്പോൾ സ്വന്തം വയറ് ശ്മശാനമാക്കിയിട്ട് മൊബൈൽ ശ്മശാനങ്ങളായിട്ടാണ് മനുഷ്യന്മാർ നടക്കുന്നത്. അപ്പോൾ സ്വന്തം വയറ് ശ്മശാനമാക്കുമ്പോൾ അത് ഹാർഡല്ലാണ്ട് സോഫ്റ്റ് ആവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആഹാരത്തെ, അശുദ്ധമായ ആഹാരം സ്വീകരിച്ച് തൻ്റെ വയറിനെ ഹാർഡാക്കി, തലേനെ ചൂടാക്കി, കാലിനെ തണുപ്പിച്ച് ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ ചിത്രകൂടത്തെ കേടാക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഈ ശരീരം സുഖവും സന്തോഷവുമായി ജീവിക്കണോ? ആഹാരത്തിൻ്റെ ശുദ്ധി, വ്യവഹാരത്തിൻ്റെ ശുദ്ധി, കർമ്മങ്ങളിൽ ശുദ്ധി. എൻ്റെ കർമ്മം കൊണ്ട് മറ്റൊരാൾക്ക് ദുഃഖം കൊടുക്കാതിരിക്കണം എന്നൊരു വിചാരം എല്ലാ മനുഷ്യന്മാർക്കും വേണം. എൻ്റെ സ്വാർത്ഥത, എനിക്ക് സുഖം വേണം, എനിക്ക് സന്തോഷം വേണം, എനിക്ക് ആനന്ദം വേണം, അതിന് മാത്രം ജീവിക്കുകയല്ല. എൻ്റെ ഈ ശരീരം കൊണ്ട് പ്രകൃതി പഠിപ്പിക്കുന്നൊരു നിയമമുണ്ട്. നമ്മൾ പറയാറില്ല, ഒരു മരത്തിൻ്റെ പഴം ആ മരം തിന്നുന്നില്ല, അത് മറ്റുള്ളവരാണ് കഴിക്കുന്നത്. ഒരു കാറ്റിന് ശ്വസിക്കേണ്ട കാര്യമില്ല, വായു നമ്മളാണ് ശ്വസിക്കുന്നത്. നദിക്ക് വെള്ളം കുടിക്കേണ്ട കാര്യമില്ല, നമ്മളാണ് ആ വെള്ളം കുടിക്കുന്നത്. ഈ പ്രകൃതിയിലത്തെ ഓരോ തത്വങ്ങളും, ഓരോ ജീവികളും, ഓരോ സാധനങ്ങളും മറ്റുള്ളവരുടെ സേവനത്തിന് വേണ്ടി ജീവിക്കുകയാണ്. മനുഷ്യൻ മാത്രമാണ് പറയുന്നത് എനിക്ക് 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 എന്ന് പറയുന്നത്. അപ്പോഴാണ് ഇതിങ്ങനെയായത്. ശരിക്കും പറയും, പരോപകാരാർത്ഥമിതം ശരീരം. മറ്റുള്ളവർക്ക് സന്തോഷത്തിന്, സഹായത്തിന് വേണ്ടി ഈ ചിത്രകൂടത്തെ ഉപയോഗിച്ചാൽ നമുക്ക് ചിത്രകൂടത്തിലെ സന്തോഷമായിട്ടുള്ള ജീവിതം കിട്ടും. അപ്പോൾ ഈ ശരീരം എന്നാണ് ശരിക്കും ചിത്രകൂടം എന്ന വാക്കിൻ്റെ അർത്ഥം. ഈ ശരീരം പഞ്ചഭൂത നിർമ്മിതമാണ്. അതിനുള്ളിൽ സന്തോഷത്തോടെ നമുക്ക് ജീവിക്കണോ? അവിടെ പവിത്രത വേണം, കർമ്മത്തിലെ ശുദ്ധി വേണം, വാക്കിലെ ശുദ്ധി വേണം, മനസ്സിൻ്റെ ശുദ്ധി വേണം, വ്യവഹാരത്തിൻ്റെ ശുദ്ധി വേണം, ത്യാഗഭാവന വേണം, സത്സംഗം അഥവാ ജ്ഞാനം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. എങ്കിൽ ജീവിതം സുഖകരാക്കും. അതിനെയാണ് ചിത്രകൂടം എന്നുള്ള വാക്കുകൊണ്ട് പറയുന്നത് തന്നെ. ആ ചിത്രകൂടത്തിൽ വെച്ചാണ് വേറെ വളരെ വശിഷ്ടമായൊരു കാര്യം നടക്കുന്നത്. ഈ കലിയുഗത്തിൽ മനുഷ്യൻ ജീവിക്കേണ്ടത് എങ്ങനെ? രാമായണത്തിൽ ഞാൻ കണ്ട വേറൊരു വിശേഷത എന്താണെന്നറിയോ? രാമായണത്തിൽ ഓരോ സന്ദർഭം ഈ കലിയുഗത്തിൽ മനുഷ്യൻ ജീവിക്കേണ്ടത് എങ്ങനെ എന്ന് കാണിച്ചു തരാനുള്ള ഓരോരോ ഗൈഡൻസാണ് ഓരോ സന്ദർഭമായിട്ട് അവിടെ പ്രതിനിധാനം ചെയ്യുന്നത്. ശരിക്കും പാതുക ഭരണം രാമായണത്തിൽ വളരെയധികം പരാമർശിക്കപ്പെടുന്നതും വളരെ പ്രാധാന്യമുള്ളതായിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഭരതൻ ശ്രീരാമനെ കാണാൻ വരികയാണ്. ഇവിടെ വേറൊരു ദൃശ്യവും നടക്കുന്നുണ്ട്. ശ്രീരാമനെ കാണാൻ വരുന്ന ഭരതനെ മേലെ നിന്ന്, മരത്തിൻ്റെ മേലെ നിന്ന് പൊടിപടലങ്ങൾ പരുന്നത് കണ്ടപ്പോൾ ലക്ഷ്മണൻ തെറ്റിദ്ധരിച്ചു പോകുന്നുണ്ട്.
നമ്മളെ കൊട്ടാരത്തിന് ഓടിപ്പിച്ചു, ഇനി ഇവിടെ നിന്നും കൂടി ഓടിപ്പിക്കാൻ വരികയാണോ എന്ന തെറ്റിദ്ധാരണ ഭരതനെക്കുറിച്ച് ലക്ഷ്മണന് വരികയാണ്. അവിടെ രാമൻ പറയുകയാണ്, നമ്മളൊരാൾ ഒരു സന്ദർഭം ഉണ്ടായിട്ട് മാറുമ്പോൾ രാമനും ലക്ഷ്മണനും രണ്ട് വ്യൂ അത് കൃത്യമായിട്ട് കാണാം. രാമനെ പോലെ കാണാൻ പഠിക്കണം, ലക്ഷ്മണനെ പോലെ കാണരുത് എന്ന് പറയാൻ വേണ്ടിക്കൊണ്ടും ഈ സന്ദർഭം വാത്മീകി മഹർഷി ഉപയോഗിക്കുന്നുണ്ട്. മുൻകൂട്ടി സേനയും കൂട്ടി വരുന്നത് എന്തിനാവാം എന്ന് ചിന്തിക്കുകയാണ് ലക്ഷ്മണൻ. രാമൻ പറയാണ്, ഭരതനല്ലേ വരുന്നത്, അതുകൊണ്ട് നീ അങ്ങനെ ചിന്തിക്കല്ലേ, വരട്ടെ കാണാമെന്ന് പറയുകയാണ്. ഇത് രണ്ട് ആറ്റിറ്റ്യൂഡ് കാണിക്കുകയാണ്. ഇപ്പോൾ ലൈഫിലൊരു കാര്യം ഉണ്ടാകുമ്പോൾ മുൻകൂട്ടി ഇത് അങ്ങനെയാവാം ഇങ്ങനെയാവാമെന്ന് ചിന്തിക്കാതെ കാര്യങ്ങൾ എന്തോ അതിനെ അതുപോലെ കാണാൻ പഠിച്ചാൽ കുറേ നമ്മുടെ ടെൻഷൻ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഭരതനെ വരാൻ അനുവദിക്കട്ടെ, കാണട്ടെ എന്ന് പറയുക. വിചാരിച്ചത് ലക്ഷ്മണൻ ഇങ്ങനെയാണെങ്കിലും വന്ന ഭരതൻ ആരായിരുന്നു? ഭരതൻ പേര് പറഞ്ഞപ്പോഴേ നമ്മൾ പറഞ്ഞല്ലോ, സമർപ്പണമാണ് ഭരതൻ. അതുകൊണ്ട് സമർപ്പണം. എന്തിനു വേണ്ടിയായിരുന്നു ഭരതൻ വന്നത്? ഇവിടെയും നമുക്ക് വേറൊരു സന്ദേശം. ഈ ലൈഫ്, ഈ ജീവിതം, ഇത് ഭഗവാന്റെ ദാനമാണ്. നിങ്ങൾ സ്വന്തമാക്കിയെന്ന് വിചാരിക്കുന്ന നിങ്ങളുടെ കൊട്ടാരം, നിങ്ങളുടെ വീട്, നിങ്ങളുടെ ജോലി, സൗകര്യങ്ങൾ, സാധനങ്ങൾ, ഇന്നത്തെ ലോകത്ത് ഓരോ മനുഷ്യനും ഓരോ ലോകമുണ്ടല്ലോ, ഓരോരുത്തരും അവനവൻ്റെ ലോകത്ത് രാജാക്കന്മാരാണ്. നമ്മുടെ രാജ്യത്തിൽ എങ്ങനെ ജീവിക്കണം, ഇതാണ് ഈ സന്ദർഭം കാണിച്ചു തരുന്നത്. നമുക്കുള്ളത് ഈശ്വരൻ്റെ ദാനമാണ്. ഈ ശരീരം, ഈ ജീവിതം, ഈ മനസ്സ്, ഈ ബുദ്ധി, എൻ്റെ വിശേഷതകൾ, എൻ്റെ കഴിവുകൾ, ഞാൻ സമ്പാദിച്ചത്, ജന്മകൃതമായി കിട്ടിയത്, ഇതെല്ലാം നമുക്ക് ഈശ്വരദാനമാണ്. അതിനാദ്യം ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കൂ. ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചൊരു ട്രസ്റ്റിയെപ്പോലെ ഈശ്വരൻ്റെ ദാനമെന്ന ഭാവത്തോടെ ഈശ്വരൻ്റെ സാധനം ഉപയോഗിക്കുമ്പോൾ തെറ്റായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് സാധ്യമല്ല. എൻ്റെ ആണെങ്കിൽ എനിക്കെൻ്റെ ഇഷ്ടം പോലെ ജീവിക്കാം. ഈ ഒരാൾ ഉപയോഗിക്കാൻ തന്ന സാധനമാകുമ്പോൾ അവരുടെ വാല്യൂ ചെയ്തിട്ട് വേണം ജീവിക്കാൻ. ഇത് ഭഗവാൻ തന്ന ബോധ്യം ഉണ്ടെങ്കിൽ ഈശ്വരൻ്റെ മൂല്യത്തിന് ആധാരത്തിൽ ജീവിക്കാൻ മനുഷ്യനെ പഠിപ്പിക്കും. അതാണ് ഭരതൻ്റെ സമർപ്പണം. അതുകൊണ്ടാണ് ഭരതൻ ചോദിക്കുന്നത്, അങ്ങ് വരില്ല എങ്കിൽ, നമുക്കറിയാം കഥയിലുണ്ടായ സന്ദർഭത്തിൽ രാമന് പോകാൻ പറ്റില്ല. കാരണം മൂല്യമാണ് രാമൻ, സത്യമാണ് രാമൻ. രാമൻ എങ്ങനെ പോവും? അതുകൊണ്ട് അങ്ങ് വരില്ലെങ്കിൽ അങ്ങയുടെ പാതകങ്ങളെ പ്രതീകമായി തരാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അങ്ങനെയാണ് പാതകങ്ങളെ കൊടുത്തയക്കുന്നതും പാതകത്തെ തലയിൽ കൊണ്ടുപോയി വെച്ച് സിംഹാസനത്തിൽ വെച്ച് അതിനെ ദിവസവും പൂജിച്ചുകൊണ്ട് ഭരതൻ ജീവിച്ചു എന്നും പറയുന്നത്. സിസ്റ്റർ, പാതുകഭരണം എന്ന് വെച്ചാൽ എന്താണ്? പാതുക ഭരണം എന്ന് വെച്ചാൽ അർത്ഥം ശ്രീരാമൻ്റെ പാതുകങ്ങളെ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ശ്രീരാമനാണ് ഭരിക്കുന്നത് എന്ന ഭാവത്തോടുകൂടി ഭരതൻ രാജ്യം ഭരിച്ചു. അതിനെയാണ് പാതുക ഭരണം എന്ന് പറയുന്നത്. ഇവിടെ വേറൊരു രഹസ്യം കൂടെ നമുക്ക് വെളിവാകുന്നുണ്ട്. ഈശ്വരൻ പ്രപഞ്ചത്തിൽ നമുക്കൊപ്പം ജീവിക്കുന്നവനാണ്, ശരീരമില്ലാതെ ജീവിക്കുന്നവനാണ്. ഭഗവാന് ശരീരമില്ലല്ലോ. പക്ഷേ ഈശ്വരൻ നമ്മുടെ കൂടെ എങ്ങനെ ജീവിക്കും? ഭഗവാന്റെ കൈ പിടിച്ചുകൊണ്ട് എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം? ഈശ്വരന് ശരീരമില്ലാത്തവന് ജീവിക്കാൻ തൻ്റെ സങ്കല്പങ്ങളും വാക്കുകളും മതി. അതുകൊണ്ട് ഈശ്വരൻ നമുക്ക് എങ്ങനെ ജീവിക്കാൻ നമ്മളോട് പറയുന്നു, ഈശ്വരൻ്റെ നിർദ്ദേശം എന്താണോ അതിനെയാണ് ശ്രീമതം എന്ന് പറയുന്നത്. ശ്രീമത് ഭഗവത് ഗീത അങ്ങനെയല്ലേ പറയുന്നത്. അപ്പോൾ ശ്രീമതം എന്ന് വെച്ചാൽ എന്താർത്ഥം? ഈശ്വരൻ്റെ നിർദ്ദേശം. അങ്ങനെ ഈശ്വരൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ജീവിക്കുമ്പോൾ കാലടികളിൽ കാൽ വെച്ച് മുന്നേറുക എന്നർത്ഥം. എങ്ങനെ കാൽ വയ്ക്കാൻ ഭഗവാൻ പറയുന്നു അതുപോലെ കാലടികളിൽ കാൽ വെച്ച് മുന്നേറുമ്പോൾ അതിൻ്റെ പേരാണ് പാതുക ഭരണം എന്ന് പറയുന്നത്. സ്വന്തം ജീവിതത്തെ ഭരിക്കാൻ, അതിലും എങ്ങനെ ജീവിക്കണം അതും നമുക്ക് രാമായണം കാണിച്ചു തരികയാണ്. രാമലക്ഷ്മണന്മാർ കാട്ടിൽ വസിച്ചതുകൊണ്ട് അവർ മരവുരി കൊടുത്ത് സന്യാസിയെപ്പോലെ ജീവിച്ചു. ഭരതനും ശത്രുഘ്നനും എങ്ങനെയാണ് ജീവിച്ചത് രാമായണത്തിൽ? ആ സന്ദർഭത്തിൽ അവർ രണ്ടുപേരും നന്ദിഗ്രാമത്തിൽ വസിച്ചുകൊണ്ട് സന്യാസിമാരെ പോലെ, രാമലക്ഷ്മണന്മാരെങ്ങനെ മരവുരി ഉടുത്ത് സന്യാസിമാരെ പോലെ ജീവിച്ചോ അതുപോലെ തന്നെ നന്ദിഗ്രാമത്തിൽ വസിച്ചുകൊണ്ട് സന്യാസിമാരെ പോലെ ജീവിച്ചു എന്ന് പറയുന്നു. ഈ നന്ദിഗ്രാമം എന്ന ഒരു വാക്കുകൊണ്ട് ഒരു വലിയ രഹസ്യമാണ് നമുക്ക് പറഞ്ഞു തരുന്നത് രാമായണത്തിൽ. ശരിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന പേരിൽ ഈ അടുത്ത കാലത്ത് രാമായണം ദ്വാപരയുഗം തൊട്ടേ നമുക്ക് വെളിച്ചം കാണിക്കാൻ തുടങ്ങി. കാലഘട്ടം കഴിഞ്ഞ് കലിയുഗത്തിൻ്റെ അവസാനം വരുമ്പോൾ നമ്മുടെ പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും വായിച്ച് പഠിച്ച ബുദ്ധിമാന്മാർ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന ബുക്ക് ഇറക്കിയിരിക്കുന്നു.
ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള ബുക്കിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ലൈഫിൽ മംഗളം വരണോ എങ്കിൽ നിങ്ങൾക്ക് കിട്ടിയതിനൊക്കെ ഭഗവാനോട് നന്ദി പറയാൻ വേണ്ടി പറയുന്നു. ഇതായിരുന്നു നന്ദിഗ്രാമത്തിലെ വാസം എന്ന് പറയുന്നത്. ദ മോസ്റ്റ് പവർഫുൾ വെപ്പനാണ്. ജീവിതത്തിൽ നിങ്ങൾക്ക് ജയിക്കണോ, നിങ്ങൾക്ക് എന്തും ജീവിതത്തിൽ സ്വന്തമാക്കണോ, അതിനുള്ളതായിരിക്കുന്ന വലിയൊരു ആയുധമാണ് ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കാത്തൊരു കാര്യം, നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച ചില കാര്യം നമുക്ക് നടന്നു കിട്ടാതെ പോവും. നമ്മൾ നേടിയെടുക്കണം എന്ന് വിചാരിച്ച പലതും നമുക്ക് കിട്ടാതെ പോവും. അങ്ങനെ വരുമ്പോഴത്തേക്കും മനുഷ്യന്മാർ നിരാശയുടെ പടുകുഴിയിലായി. അതുകൊണ്ട് ഇനി എനിക്കൊന്നും വേണ്ട, ഇനി എന്നെക്കൊണ്ടൊന്നും പറ്റില്ല, എനിക്ക് ജീവിക്കാനാവും തോന്നുന്നില്ല, മുന്നോട്ട് പോകാൻ തോന്നുന്നില്ല. ഇത്തരത്തിൽ സംസാരിക്കുന്നവർക്ക് എന്നോ ഗൈഡ് ചെയ്ത് കഴിഞ്ഞു രാമായണം ജീവിക്കുന്ന നന്ദിഗ്രാമത്തിൽ ജീവിക്കും. എന്തായാലും കഞ്ഞി കുടിക്കുന്നുണ്ടല്ലോ, കഞ്ഞിയെങ്കിൽ കഞ്ഞി കുടിക്കാൻ എന്തെങ്കിലും കിട്ടുന്നുണ്ടല്ലോ. ആഹാരം കഴിക്കാനില്ലാത്തത് കൊണ്ട് മണ്ണുകൊണ്ട് അപ്പം പോലെ ഉണ്ടാക്കി തിന്ന് ജീവിക്കുന്ന കുട്ടികളുടെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഏതൊരു മാഗസിനിലോ വീഡിയോയിലോ ഒക്കെ. പട്ടിണി കൊണ്ട് തൻ്റെ ശരീരത്തിൽ അസ്ഥികൂടം പോലെ തൊലി ഒട്ടിപ്പിടിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരും ഈ ലോകത്തിൽ ജീവിക്കുന്ന ലോകത്തിലാണ് നമ്മളും ജീവിക്കുന്നത്. ആണോ അല്ലേ? കണ്ടിട്ടില്ലേ, അറിയുന്നില്ലേ നിങ്ങൾ? പട്ടിണി കൊണ്ടൊരു മനുഷ്യനൊരു ഭാഗത്ത് മരിക്കുമ്പോൾ എനിക്ക് കുടിക്കാനുള്ള കഞ്ഞിയെങ്കിൽ കഞ്ഞി, ചോറെങ്കിൽ ചോറ് എല്ലാ നേരത്തും തരുന്നുണ്ടല്ലോ. ആ കഞ്ഞിക്ക് വേണ്ടി ഈശ്വരനോട് നന്ദി പറയും. ഈ 2 ചെവി കൊണ്ട് കേൾക്കാനുള്ളതായിരിക്കുന്ന ആ ഒരു ഭാഗ്യം ഭഗവാൻ തരുന്നുണ്ടല്ലോ, നന്ദി പറയൂ. സ്വസ്ഥമായിട്ട് ശ്വസിക്കാനായിട്ടുള്ളൊരു മൂക്ക് നമുക്ക് തരുന്നുണ്ടല്ലോ, കഴിച്ച ആഹാരം ദഹിപ്പിക്കാനുള്ള ഡൈജഷൻ സിസ്റ്റം ഉണ്ടല്ലോ. ഇത്രയും വില പിടിച്ച 8 സിസ്റ്റങ്ങളടങ്ങിയ ഒരു വലിയ കമ്പനീനെ ഗിഫ്റ്റായിട്ട് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ഇതിനൊക്കെ ഭഗവാനോട് അല്ലെങ്കിൽ പിന്നെ ആരോട് നന്ദി പറയണം നമ്മൾ? അതുകൊണ്ട് ജീവിതത്തിൽ കിട്ടുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് ഉടുക്കാൻ ഒരു സെറ്റ് ഡ്രസ്സ് മതി, അതും തന്നിട്ടുണ്ടല്ലോ, ഇല്ലാതില്ലല്ലോ. നന്ദി പറഞ്ഞു നോക്ക്, 1000 സെറ്റ് ഡ്രസ്സ് നിങ്ങളുടെ അടുത്ത് വരും. കുടിക്കുന്ന കഞ്ഞിക്ക് നന്ദി പറഞ്ഞു നോക്ക്, വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യ നിങ്ങളുടെ അടുത്ത് വരും. നമ്മൾ അനുഭവിക്കുന്ന സുഖത്തിന് നന്ദി പറഞ്ഞു നോക്ക്, ലോകത്തിലെ എല്ലാ സുഖങ്ങളും നിങ്ങളുടെ അടുത്ത് വരും. അതുകൊണ്ട് ജീവിതത്തിൽ ഈശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ തുടങ്ങിയ ഹൃദയം ഭഗവാന്റെ സ്നേഹത്തിൽ അലിഞ്ഞ് ആനന്ദഭരിതമായി തീരും. നിങ്ങളുടെ ജീവിതം സുഖകരമായി തീരും. അതിനുള്ള സീക്രട്ട് രാമായണം നമുക്ക് ആ കാലഘട്ടത്തിലേ പറഞ്ഞു തന്നു. അതിൻ്റെ പേരാണ് നന്ദിഗ്രാമത്തിൽ ഭരതൻ വസിച്ചു എന്ന്. രാമായണം അങ്ങനെയാണ് പറയുന്നത്. നന്ദിഗ്രാമത്തിൽ വസിച്ചുകൊണ്ട് ദശരഥ മഹാരാജാവ് ഏത് രൂപത്തിൽ ഭരതൻ്റെ അടുത്ത് സാമ്രാജ്യത്തെ ഏൽപ്പിച്ചോ അതിൻ്റെ 12 ഇരട്ടി വികസിപ്പിച്ചുകൊണ്ട് ശ്രീരാമൻ്റെ കയ്യിൽ രാമൻ വന്നപ്പോൾ ഏൽപ്പിച്ചു എന്ന് കാണിക്കുന്നു. ദശരഥ മഹാരാജാവ് അത്രയും സമർത്ഥനായിരിക്കുന്ന മഹാരാജാവിൻ്റെ സിംഹാസനത്തിനെ ഭരതൻ എന്ന് ആ ഭാഷയിൽ പറഞ്ഞ അനുഭവജ്ഞാനമില്ലാത്ത ബാലകൻ ഇത്രയും വികസിപ്പിക്കാൻ എങ്ങനെ സാധിച്ചു? നന്ദിഗ്രാമത്തിൽ വസിച്ചതുകൊണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ സുഖം, സന്തോഷം, ആനന്ദം, ആരോഗ്യം എല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നന്ദിഗ്രാമത്തിൽ നിങ്ങളും വസിച്ചാൽ, ഭരതനെ പോലെ സമർപ്പിച്ചാൽ, പാതുകത്തിൻ്റെ കാലടികളിൽ കാൽവെച്ചുകൊണ്ട് മുന്നേറിയാൽ നമ്മുടെ ജീവിതം സുഖകരവും ആനന്ദദായകവുമാണ്. മനസ്സിലായോ ക്വസ്റ്റ്യൻ? ഓക്കെ, എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓം ശാന്തി.